ഖമനയി ചത്തിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. അല്ല, ജീവിച്ചിരിക്കുന്ന ഖമനയെ ഭയക്കണമല്ലോ. വീണ്ടും ഇസ്രായേലിനെതിരെ പുതിയ തന്ത്രങ്ങൾ കുതന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് വീണ്ടും പണി വാങ്ങി തിരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടോ? എന്താ ഇപ്പൊ ഖമനയുമായി ബന്ധപ്പെട്ട് പുതിയതായി വരുന്ന വാർത്ത? അതായത് ഒരു 2 ദിവസം മുമ്പ് ഖമനയി ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു ഇസ്രയേലിന്, ഇറാന്. അതായത് അവരുടെ ഈ സൈനിക ശാസ്ത്രീയ മുന്നേറ്റമുണ്ടല്ലോ, എന്ന് വെച്ചാൽ ആയുധ സംഭരണം, അതേപോലെ നമ്മുടെ ആണവ സമ്പുഷ്ടീകരണം, അതൊക്കെ സ്പീഡപ്പ് ആക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. മുൻപുള്ളതിനേക്കാൾ വേഗതയിൽ നടത്തണം എന്നുള്ളതാണ്. അതായത് ഇസ്രയേലിന് പ്രതികാരം ചെയ്യും എന്നുള്ളതാണ് അവരുടെ നടപടി. അത് പലതരത്തിൽ അവർ ആലോചിക്കുന്നുണ്ട്. അവർ നേരത്തെ, അതായത് അമേരിക്ക ബോംബിട്ട് തകർത്ത ആണവ നിലയങ്ങളുണ്ടല്ലോ, അതിൽ ഇസ്ഫാഹാൻ എന്ന് പറയുന്ന പ്രതിരോധ ആണവ നിലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് അവിടെ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അവശിഷ്ടങ്ങൾക്കടിയിൽ എവിടെയോ അവരുടെ ഈ ആണവ ഇന്ധനം ഇരിപ്പുണ്ട്. അത് അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാർത്തകൾ വന്നത്. മറ്റ് രണ്ട്, അതായത് ഫോർദോയിലും നദാൻസിലെയും സ്ഥിതിവിവരം നമുക്കറിയില്ല. അത് പൂർണ്ണമായും തകർത്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് ഇറാനും പറയുന്നുണ്ട്. ഏതായാലും അവർ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാനായിട്ടുള്ള നടപടികൾ തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിനല്ലേ ഈ ചൈനയിൽ നിന്ന് മറ്റേ സാധനങ്ങൾ ഇറക്കുമെന്ന് പറഞ്ഞത്? അല്ല, അത് അവർ കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഇത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ വെടിമരുന്നാണ്. ഇതിൻ്റെ അകത്തൊരു PVC പൈപ്പിൻ്റെ അകത്ത് വെടിമരുന്ന് നിറച്ച് വെച്ചാൽ അതൊരു റോക്കറ്റായി. അത് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് റെഡിയാക്കിയാൽ അതൊരു മിസൈലായി. അപ്പോൾ ഈ വെടിമരുന്ന് ചൈനയിൽ നിന്ന് എത്തിക്കാനായിട്ടുള്ള വഴിയാണ് അവർ നോക്കിയത്. അത് കുറേയൊക്കെ ഇറാനിൽ കിട്ടുമെന്ന് പറയുന്നു, കുറേയൊക്കെ ഇറാന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഹൂത്തികളുടെ കയ്യിൽ കിട്ടുമെന്ന് പറയുന്നു. ഏതായാലും അങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട്. ഈ ചൈന വളരെ അതീവ രഹസ്യമായിട്ടാണ് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഇറാൻ ഒരുങ്ങി തന്നെയാണ്. ഇറാൻ അടങ്ങിയിരിക്കില്ല, ഖമനയി ഒതുങ്ങിയിരിക്കില്ല എന്നുള്ളത് ഉറപ്പായി. ഖമനയി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു, ഇസ്രായേലിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു, പ്രതികാര നടപടിക്ക് ആഹ്വാനം ചെയ്യുന്നു. ഈ 60 ദിവസത്തെ വെടിനിർത്തലിനിടയിലും വെടിനിർത്തൽ ഒരു പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. എപ്പോൾ വേണേലും, അതായത് ഇസ്രായേലും ഇറാനുമായിട്ടുള്ള സംഘർഷം എപ്പോൾ വേണേലും പുനരാരംഭിക്കാം. അതാണ് അവസ്ഥ. കാര്യം ഇസ്രായേൽ അടങ്ങിയിരിക്കുന്നില്ല. ഇസ്രായേൽ ഹൂത്തികൾക്കെതിരെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ ആ പരിപാടി നിർത്തിയിട്ടില്ല. നേരിട്ട് ഇറാനിൽ പോയി അവിടെ കയറി അടിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അടിക്കൊടുത്തോണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഹമാസിനെ നേരിടുന്നുണ്ട്. ഹമാസ് ആരാണ്? ഇവരുടെ ഗുണ്ടകളാണല്ലോ, ഇറാൻ്റെ ഗുണ്ടകളാണല്ലോ ഹമാസ്. അപ്പോൾ ഹമാസിനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്ത് ഹൂത്തികളെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ അവരുടെ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഖമനയി പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ തിരിച്ചടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ആയുധബലം കൂട്ടുന്നു, അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കണം, അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കണം എന്നൊക്കെയാണ് ഖമനയി പറയുന്നത്. അപ്പോൾ ഇത് കേട്ട് ഇസ്രായേലിൽ ഇന്നൊരു പരിപാടി നടന്നു. കൃത്യമായി പറഞ്ഞാൽ അവിടെ റമൻ എയർബേസിൽ, അവരുടെ വ്യോമസേന താവളത്തിൽ, അവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ട്, അവരുടെ പ്രതിരോധ മന്ത്രി. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് ഇസ്രയേൽ കാറ്റ്സ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഇദ്ദേഹം ഖമനയിക്ക് ഇപ്പോൾ ഒരു വാണിംഗ് കൊടുത്തേക്കാണ്, അടങ്ങിയിരുന്നില്ലെങ്കിൽ ഞങ്ങൾ കയറി അടിക്കും, ഇനിയും ഭീഷണിയായിട്ട് ഇങ്ങോട്ട് വരരുത്, ഭീഷണിപ്പെടുത്തിയാൽ പണി കിട്ടും. അതായത് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഇസ്രയേൽ ലോങ് ആംസ് വിൽ റീച്ച് യു പേഴ്സണലി. ലോങ് ആംസ് എന്ന് വെച്ചാൽ നീളം കൈ മിസൈലാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഡ്രോൺ. ഇസ്രയേലിന് അത് ചെയ്ത് ശീലമുണ്ട്, അത് ചെയ്ത് ഫലിപ്പിച്ചിട്ടുമുണ്ട്. അതായത് വലിയ യുദ്ധത്തിന് ഒരാളെ തീർക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അത് വലിയ യുദ്ധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. രഹസ്യമായി ഒരു ചെറിയൊരു ഡ്രോൺ അങ്ങ് പറത്ത് വിടും, അല്ലെങ്കിൽ ചെറിയൊരു റോക്കറ്റ് അങ്ങ് വിക്ഷേപിക്കും, ഒരു മിസൈൽ വിക്ഷേപിക്കും, അത് അവരുടെ ലക്ഷ്യം ഭേദിക്കും. ഇതാണ് ഇസ്രയേലിൻ്റെ ഒരു പെർഫെക്ഷൻ. ഇതുവരെ പലതലത്തിൽ അവർ ചെയ്തിട്ടുമുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ ഖമനയിയോട് പറയുകയാണ്, ഇനി മാളത്തിൽ ഒളിച്ചോണം, മാളത്തിൽ നിന്ന് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത്. അപ്പോൾ ഖമനയിക്കെതിരെ സൈനിക നടപടി അതിനെക്കുറിച്ചാണ് ഇസ്രായേൽ ആലോചിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഖമനയിക്ക് വേറൊരു പണി കിട്ടി. അതായത് മൊസാദ് ഫസി, അതായത് മൊസാദിൻ്റെ തന്നെ ഉള്ള ഒരു ട്വിറ്റർ അക്കൗണ്ടാണെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ആധികാരികത അറിയില്ല, പക്ഷേ മൊസാദിൻ്റെ തന്നെയാണെന്ന് അവരുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിക്കുന്ന ഒരു ട്വിറ്റർ അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ നിന്നൊരു ആരോപണം വന്നേക്കാണ്, നമ്മുടെ ഖമനയി എന്ന് പറയുന്നയാൾ ഒരു ദിവസത്തിൻ്റെ പാതി സമയം ഉറങ്ങുന്ന ആളാണ്, ബാക്കി സമയം അദ്ദേഹം ലഹരി മരുന്ന് ഉപയോഗിച്ച് ലഹരി പിടിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഒരു രാജ്യത്തെ നയിക്കും എന്നുള്ളതാണ്. അതായത് ഇത് കൃത്യമായി പറഞ്ഞാൽ ഇറാനിയൻ പൗരന്മാർക്ക് മനസ്സിലാകാൻ രീതിയിൽ അവരുടെ ഭാഷയിലാണ് ഇത് ട്വീറ്റ് ചെയ്തേക്കുന്നത്.
കഴിഞ്ഞില്ല. ഇത് ഇദ്ദേഹം ഒരു ലഹരിക്കടിമയാണ് എന്നുള്ളത് ആദ്യത്തെ ആരോപണമല്ല. ഉം. മുമ്പും ആരോപണം ഉണ്ടായിട്ടുണ്ട്. 2022 ഒരു ഇറാനിൽ തന്നെ ഉള്ള ഒരു മതപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് നൂർ മുഹമ്മദ് അമാര എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഇതേപോലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഖമനേയി കുറേ നാളായിട്ട് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ മറ്റേ കറുപ്പ് അങ്ങനെയുള്ള സാധനമായിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് നമ്മുടെ ബലൂചിസ്ഥാനില്ലേ, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഒരു സ്വകാര്യ ഗ്രാമമുണ്ട് ഇയാളുടെ തന്നെ. ഇയാൾ അടക്കി വെച്ചേക്കുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. അവിടെ നിന്നിട്ടാണ് ഈ സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനവിടെ കാര്യങ്ങളൊക്കെ അവിടെ ഏകോപിപ്പിക്കുന്നത് ഇതാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. അതായത് ഇദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ആരോപണമായിട്ട് വന്നത്. പക്ഷേ അതിൻ്റെ ആധികാരികത നമുക്കറിയില്ല. പക്ഷേ ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ ആരോപണം മുമ്പേ ഉള്ളതാണ്. അപ്പോൾ ഇപ്പം നിലവിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി കൊടുക്കാനുള്ള ശ്രമങ്ങളുടെ വഴിക്ക് പോവുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഏതാണ്ട് 12 ദിവസം നീണ്ടു നിന്ന സൈനിക നടപടി, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജൂൺ 13 മുതൽ ജൂൺ 25 വരെ നടന്ന സൈനിക നടപടി, അവിടെ ഇറാൻ ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഇവർക്ക് പ്രതിരോധിക്കാൻ മാർഗങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ അവരുടെ വ്യോമസേനാ താവളങ്ങളിൽ ഒരു വിമാനം പോലും പറന്നുയർന്നില്ല. അതിന് കാരണമുണ്ട്, അവർക്ക് കൈവശമുണ്ടായിരുന്ന കാലഹരണപ്പെട്ട യുദ്ധവിമാനങ്ങളായിരുന്നു. അപ്പോൾ അതിന് പരിഹാരം എന്ന നിലയിൽ അവർ ചൈനയിൽ നിന്ന് പുതിയ യുദ്ധവിമാനങ്ങൾ കരസ്ഥമാക്കാനായിട്ടുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ചൈന രഹസ്യമായിട്ട് ഇവർക്ക് വ്യോമ പ്രതിരോധ സംവിധാനം എത്തിച്ചു കൊടുക്കുന്നതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. നേരത്തെ അവർക്ക് സ്വന്തം നിലയിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ റഷ്യയുടെ S-300, നമ്മളതിലുള്ളത് S-400 ആണ്, കുറച്ചുകൂടി അപ്ഗ്രേഡറുള്ള സാധനം. അപ്പോൾ റഷ്യയുടെ ഒരു S-300 അവർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാര്യക്ഷമത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. കാരണം ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ യാതൊരു പ്രതിബന്ധവും ഇല്ലാതെ, യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇറാൻ്റെ ആകാശത്തൂടി പറന്ന് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ബോംബിടുകയായിരുന്നു. അപ്പോൾ അത് ഇനിയും ഇറാൻ അനുവദിച്ചു കൊടുക്കാൻ തൽക്കാലം നിർവാഹം ഇല്ല എന്ന് കരുതി അവരതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയാണ്. പിന്നെയും ചില വിഷ്വലുകളൊക്കെ വന്നിരുന്നു. അതായത് ഇറാനെ നാണം കെടുത്തുന്ന സംഗതി, അതായത് ഇറാൻ്റെ യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നു. അതായത് ഈ ടാങ്കർ വിമാനം ഉണ്ടല്ലോ, യുദ്ധവിമാനം മാത്രമല്ല, ഇസ്രയേലിൻ്റെ ടാങ്കർ വിമാനം വരെ ഇറാൻ്റെ ആകാശത്ത് വന്നിട്ട് ഇസ്രയേൽ വിമാനങ്ങൾക്ക് ഇന്ധനം പകർന്നു നൽകുന്ന വിഷ്വൽ സഹിതം ചില ട്വിറ്റർ ഹാൻഡിലുകൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇറാനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. കാര്യം അവരുടെ വ്യോമ മേഖല അല്ലെങ്കിൽ വ്യോമസേന അതീവ ദുർബലമാണ്. അവർക്ക് ആകെ കൂടെ ഇറാന് കൊടുക്കാനുള്ള മറുപടി അവരുടെ മിസൈൽ ശേഖരമായിരുന്നു. അത് അവർ ഫലപ്രദമായി വിനിയോഗിച്ചിട്ടുമുണ്ട്. ഒരു പരിധി വരെ അതാണ്, അതായത് ഇസ്രായേൽ പ്രതീക്ഷിച്ചതിലും വലിയ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഇസ്രായേൽ വെടിനിർത്തലിന് വഴങ്ങിക്കൊടുത്തത്. നിലവിൽ ഇസ്രായേൽ കുറേ കൂടി അവരുടെ മിസൈൽ ശേഖരം വർദ്ധിപ്പിക്കാനായിട്ടുള്ള നടപടികളാണ് തുടങ്ങി വെക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് രഹസ്യമായിട്ട് ചൈനയുമായി ധാരണയാക്കിയത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഒരു കുഴപ്പമുണ്ട്. അവർ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ ഉപരോധം നേരിടുന്ന ഒരു രാഷ്ട്രമാണ്. ഒരു രാജ്യത്ത് നിന്ന് ഇവരുടെ കയ്യിൽ ആകെ ഉള്ളത് കുറേ എണ്ണയാണ്, പെട്രോളിയം, ക്രൂഡ് ഓയിൽ മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത്. ബാക്കി എല്ലാ സാധനവും അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം. പക്ഷേ ഇവർക്ക് ഈ ഉപരോധം ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം വിദേശ ഡോളറുകളിലായിരിക്കും ഇടപാട് നടത്താൻ ആഗ്രഹിക്കുക. പക്ഷേ ഇവർക്ക് കൊടുക്കാനുള്ളത് എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എണ്ണ കൈമാറ്റ കരാർ, ഒരുമാതിരി ബാർട്ടർ സമ്പ്രദായം, അതിന് വില്ലിംഗ് ആയിട്ടുള്ള ഏക രാജ്യം ചൈനയാണ്. അതുകൊണ്ടാണ് ചൈന ഈ പരിപാടികൾക്കൊക്കെ കൂട്ടുന്നത്. ചൈനയെ സംബന്ധിച്ച് അവർ വമ്പൻ ഫാക്ടറികൾ നടത്തുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനസംഖ്യ ഉള്ള ഒരു രാഷ്ട്രമാണ്. അവർക്ക് എണ്ണ കൂടിയേ തീരൂ. അപ്പോൾ ഇറാൻ അവർക്ക് കുറച്ച് ലാഭവിലയ്ക്ക് കൊടുക്കും, പകരം അവരാവശ്യപ്പെടുന്ന കുറേ സംഗതികൾ ചൈന കൊടുക്കേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ടാണ് ചൈന രഹസ്യമായിട്ട് ഈ ആയുധങ്ങളൊക്കെ ഇറാൻ എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ കടുത്ത നിലപാടെടുക്കുകയാണ്, അടങ്ങി ഇരുന്നോളുക, ഇതൊക്കെ സംഘടിപ്പിച്ച് വെച്ചോ, പക്ഷേ എടുത്ത് വെച്ച് പൊട്ടിക്കാൻ നിന്നാൽ തിരിച്ച് പൊട്ടിക്കും എന്നുള്ളത്.